ക്രിസ്പിയും ഉൾവശം നല്ല ജ്യൂസിയുമായിട്ടുള്ള ചിക്കൻ കൊണ്ടുള്ള ഒരു സ്നാക്കാണ് ഉണ്ടാക്കുന്നത്. രുചികരമായിട്ടുള്ള ക്രീമി ചിക്കൻ പേസ്ട്രി. ഇതുണ്ടാക്കുന്നത് എയർ ഫ്രയറിലാണ്. ആദ്യം ഫില്ലിംഗ് റെഡിയാക്കാം. അതിന് വേണ്ടിയിട്ട് പാനിലേക്ക് ഒരു പീസ് ബട്ടർ ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ചോപ്പ് ചെയ്ത 2 സബോള, 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ഉപ്പ് ഇവ ചേർത്ത് ഒന്ന് ചെറുതായിട്ട് വഴറ്റിയെടുക്കുക. ഇനി ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി, ചില്ലി ഫ്ലേക്സ്, കുരുമുളക് പൊടി, ഗരം മസാല ഇവ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കുക. ഇനി ഇതിലേക്ക് വേണ്ടത് എല്ലില്ലാതെ ചെറിയ പീസസ് ആക്കി കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ പീസാണ്. ഇതിനെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഇതിനെ നമുക്കൊരു മൂടി കൊണ്ട് അടച്ചു വെച്ച് ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. വെള്ളം ചേർക്കാതെ ലോ ഫ്ലെയിമിൽ വെച്ച് വേണം കുക്ക് ചെയ്തെടുക്കാനായിട്ട്. ഇനി തുറന്നു നോക്കി ഇതിനകത്തേക്ക് ഒരു 1/4 ഭാഗം ക്യാപ്സിക്കം ചെറിയ പീസസ് ആക്കി കട്ട് ചെയ്തതും 1 ടേബിൾ സ്പൂൺ തൈരും ചേർത്ത് വീണ്ടും ഒന്ന് മൂടി കൊണ്ട് അടച്ചു വെച്ച് ഒന്ന് വേവിച്ചെടുക്കാം. ഇനി നമുക്ക് അത് മാറ്റി വെക്കാം. ഇനി ഒരു വൈറ്റ് സോസ് റെഡിയാക്കാം. അതിന് വേണ്ടിയിട്ട് പാനിലേക്ക് 1 ഗ്ലാസ് പാല്, 3/4 ടേബിൾ സ്പൂൺ അളവിൽ മൈദാപ്പൊടി, 1 പീസ് ബട്ടർ, 1/2 ടീസ്പൂൺ അളവിൽ ചില്ലി ഫ്ലേക്സും 1/2 ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടിയും, 3/4 ടീസ്പൂൺ ഒറിഗാനോ, അല്പം ഉപ്പ് ഇവ ചേർത്ത് സോസ് റെഡിയാക്കാം. ഇത് നല്ല ക്രീമി ആയിട്ട് വരുമ്പോഴേക്കും ഇതിനകത്തേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ചിക്കൻ ഇട്ട് കൊടുക്കാം. ചിക്കനും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്തെടുക്കുക. ഇപ്പോൾ ഫില്ലിംഗ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു പേസ്ട്രി ഷീറ്റ് എടുക്കാം. ഇത് സൂപ്പർ മാർക്കറ്റിലൊക്കെ വാങ്ങിക്കാൻ കിട്ടുന്നതാണ്. ഇത് കുറച്ച് ഏറെയുണ്ട്. നമ്മൾ ഇതിൽ നിന്ന് ഒരു ഷീറ്റ് എടുക്കുക. ഇതിന് 2ആയിട്ട് മടക്കിയതിന് ശേഷം ചിക്കന്റെ ഫില്ലിംഗ് ഇതേപോലെ മുകളിലേക്ക് കുറച്ച് ചീസും കൂടി ഇട്ട് കൊടുക്കുക. ഇനി ഇതിനെ ഒന്ന് ഫോൾഡ് ചെയ്ത് എഗ്ഗ് വാഷ് ചെയ്ത് കൊടുക്കണം. ഓരോ മടക്കിലും എഗ്ഗ് വാഷ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിനെ 3 എണ്ണമായിട്ട് കട്ട് ചെയ്തെടുക്കുക. ഇനി ഇതിന്റെ മുകളിൽ ഭംഗിക്കായിട്ട് ഇതേപോലെ ഞാനൊന്ന് വരഞ്ഞു കൊടുക്കുന്നുണ്ട്. അതിനുശേഷം വീണ്ടും ഒന്ന് എഗ്ഗ് വാഷ് ചെയ്ത് കുറച്ച് വെളുത്തയെള്ളും കറുത്തയെള്ളും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം എയർ ഫ്രൈ ചെയ്തെടുക്കുന്നു. 180 ഡിഗ്രി സെൽഷ്യസിൽ 15 മിനിറ്റ് ആണ് എയർ ഫ്രൈ ചെയ്തെടുക്കുന്നത്. മസ്റ്റ് ട്രൈ ആയിട്ടുള്ള ഐറ്റം ആണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കുക.